വിശദമായ വിവരങ്ങൾ നൽകിയത്. നമ്മൾ വീണ്ടും അതിഥികളിലേക്ക് നമ്മൾ പോവുകയാണ്. നമ്മോടൊപ്പം അഡ്വക്കേറ്റ് എ ജയശങ്കർ തത്സമയം ചേരുന്നുണ്ട്. ജയശങ്കർ സാർ, അങ്ങേക്ക് വ്യക്തിപരമായി വേണമെങ്കിൽ അഭിമാനിക്കാവുന്ന കാര്യമാണ്. അങ്ങയുടെ ദേശക്കാരനാണ്. അങ്ങ് കുട്ടിക്കാലം മുതൽ കണ്ട് വളർന്ന ഗോപാലകൃഷ്ണൻ കുറ്റമുക്തനാക്കപ്പെടുന്നു. എന്താണ് അങ്ങ് പ്രതീക്ഷിച്ച കാര്യമാണോ? അല്ല, അദ്ദേഹത്തെ വെറുതെ വിടുന്നുള്ള കാര്യത്തിൽ എനിക്ക് നേരത്തെ സംശയമൊന്നും ഉണ്ടായിരുന്നില്ല. ഈ കേസിൻ്റെ ആരംഭഘട്ടം മുതൽക്ക് തന്നെ ഒരു അഭിഭാഷകൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് ഏതാണ്ട് ഒരു വ്യക്തത ഉണ്ടായിരുന്നു, ധാരണ ഉണ്ടായിരുന്നു. കാരണം അദ്ദേഹം കുറ്റം ചെയ്തിട്ടില്ല എന്നുള്ളതുകൊണ്ടല്ല, അദ്ദേഹം നിരപരാധിയാണെന്നോ നിർദോഷിയാണെന്നോ ഇപ്പോൾ ചിലരൊക്കെ പറയുന്ന പോലെ നിഷ്കളങ്കനാണ്, മാർപ്പാപ്പയുടെ അടുത്ത വരവിന് ഇദ്ദേഹത്തെ വിശുദ്ധരായിട്ട് പ്രഖ്യാപിക്കാൻ യോഗ്യനാണ്, അർഹനാണ് എന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. തീർച്ചയായിട്ടും ഈ കുറ്റകൃത്യത്തിൽ അദ്ദേഹത്തിന് പങ്കുണ്ട് എന്ന കാര്യത്തിൽ എനിക്ക് തികഞ്ഞ ബോധ്യമുണ്ട്. പക്ഷേ എൻ്റെ ബോധ്യം പോരല്ലോ. ഒരു കുറ്റകൃത്യം കോടതിയിൽ വിചാരണ ചെയ്ത് തെളിയിക്കുമ്പോൾ അതിന് ആവശ്യമായ സാക്ഷിമൊഴികൾ വേണം, രേഖകൾ വേണം, മറ്റു തരത്തിലുള്ള സാഹചര്യങ്ങളെല്ലാം അതിന് ഇണങ്ങുന്നതായിരിക്കണം. ഈ കേസിൽ നിന്നല്ല ഇതുപോലുള്ള പല കേസുകളിലും സംഭവിക്കുന്നത്, കുറ്റം ചെയ്ത ആളുകളെ, അതായത് കുറ്റത്തിൽ നേരിട്ട് പങ്കെടുത്ത ആളുകളെ സാക്ഷിമൊഴികളുടെ അടിസ്ഥാനത്തിൽ, മെഡിക്കൽ എവിഡൻസിൻ്റെ അടിസ്ഥാനത്തിൽ, മറ്റ് പല സംഗതികളുടെ അടിസ്ഥാനത്തിൽ കുറ്റക്കാരെന്ന് കണ്ടെത്താനും ശിക്ഷിക്കാനും സാധിക്കും. പക്ഷേ ഇതിന് പ്രേരണ നൽകിയ ആളുകൾ, ഗൂഢാലോചന നടത്തിയ ആളുകൾ, അതിന് പണം കൊടുത്ത് സഹായിച്ച ആളുകൾ, ഇവരൊക്കെ പലപ്പോഴും അന്വേഷിച്ച് കണ്ടെത്താൻ കഴിയാറില്ല. പലപ്പോഴും അന്വേഷിക്കാറ് പോലുമില്ല. അന്വേഷിച്ചാൽ തന്നെ കണ്ടെത്താൻ കഴിയുകയില്ല. കണ്ടെത്തിയാൽ തന്നെ അവരെ പ്രതി ചേർത്ത് വരുന്ന കേസ് താരതമ്യേന ദുർബലമായിരിക്കും. ഇത് കോടതിയിൽ തെളിയിക്കുക വളരെ ദുഷ്കരമാണ്, മിക്കവാറും അസാധ്യം തന്നെയാണ്. അതുകൊണ്ട് ദിലീപിനെ വെറുതെ വിടും എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഇതുകൊണ്ടാണ്. അദ്ദേഹം നിരപരാധിയായിട്ടും നിഷ്കളങ്കനായതുകൊണ്ടും അല്ല. ദിലീപ് വളരെ പ്രബലനാണ്, സമ്പന്നനാണ്, അദ്ദേഹത്തിന് എല്ലാ തരത്തിൽപ്പെട്ട സ്വാധീന ശക്തിയുണ്ട്, പണമുണ്ട്. ഇതെല്ലാം ഉപയോഗിച്ച് അദ്ദേഹത്തിൻ്റെ സ്വാധീനവും സമ്മർദ്ദവും ഉപയോഗിച്ച് പല സാക്ഷികളെയും അദ്ദേഹത്തിന് പ്രതിഭാഗം ചേർക്കാൻ കഴിഞ്ഞു, രേഖകൾ തിരുത്താൻ കഴിഞ്ഞു, തെളിവുകൾ തേച്ചു മാറ്റി കളയാൻ കഴിഞ്ഞു. കേരളത്തിൽ ഇന്നുള്ളതിൽ ഏറ്റവും പ്രഗത്ഭനായ അഭിഭാഷകനെ തന്നെ കോടതിയിൽ ഹാജരാക്കാൻ കഴിഞ്ഞു. അങ്ങനെ പല വൈതരണികളും സൃഷ്ടിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അദ്ദേഹം സ്വാഭാവികമായിട്ട് രക്ഷപ്പെട്ടു. ഇതിപ്പോൾ ദിലീപ് രക്ഷപ്പെട്ടത് ഇത്ര വലിയ അത്ഭുതമായിട്ട് നമ്മൾ വിചാരിക്കണ്ട. ഇല്ലേ, ഈ ഫ്രാങ്കോ എന്ന് പറഞ്ഞൊരു പുണ്യവാൻ്റെ കേസ് ഓർമ്മയില്ലേ? കഴിഞ്ഞ മുമ്പത്തെ കൊല്ലം നമ്മൾ ചർച്ച ചെയ്തതാണ്. ഫ്രാങ്കോക്കെതിരായ എന്തുമാത്രം തെളിവുണ്ടായിരുന്നു. അതിജീവിതം മുതൽക്ക് ആ കന്യാശ്രമണത്തിലുള്ള സകല ആളുകളും, പ്രോസിക്യൂഷൻ അവതരിപ്പിച്ച എല്ലാ സാക്ഷികളും അചഞ്ചലരായിരുന്നു. ഒരാൾ പോലും കൂറുമാറിയില്ല. പക്ഷേ എന്നിട്ടും ഇത്ര അധികം തെളിവുണ്ടായിട്ടും ഫ്രാങ്കോയ്ക്ക് സംശയത്തിൻ്റെ ആനുകൂല്യം നൽകി വിട്ടയക്കാൻ കോടതി തയ്യാറായി. അപ്പം ഞാൻ പറയുന്നത്, അത് വെച്ച് നോക്കുമ്പോൾ ഇത് താരതമ്യേന ലഘുവായ ഒരു രക്ഷപ്പെടലാണ്. കാരണം ദിലീപ് കൃത്യസമയത്തില്ല, കൃത്യസ്ഥലത്തില്ല, അദ്ദേഹം പണം കൊടുത്തു, അല്ലെങ്കിൽ ഈ പൾസർ സൂര്യ അടക്കമുള്ള ആളുകളെ പുള്ളി എൻഗേജ് ചെയ്തു എന്ന് കാണിക്കാനായിട്ട് വ്യക്തവും ശക്തവുമായ തെളിവില്ല എന്നർത്ഥം. അദ്ദേഹം ചെയ്തില്ല എന്നർത്ഥമില്ല. അല്ലെങ്കിൽ പിന്നെ പൾസർ സൂര്യ ആത്മപ്രചോദിതനായി ഒരു നടിയാണല്ലോ, അവളെ പീഡിപ്പിച്ച് കളയാം എന്ന് കരുതി ഗൂഢാലോചന നടത്തി ഈ പറഞ്ഞ ആളുകളുടെയൊക്കെ സഹായത്തോടുകൂടി അവരെ തടഞ്ഞു നിർത്തി പീഡിപ്പിച്ചു എന്ന് നമ്മൾ കരുതുന്നുള്ളൂ. അങ്ങനെയല്ല സംഭവിച്ചിട്ടില്ല. അങ്ങനെ സംഭവിച്ചെങ്കിൽ കേസ് ചെയ്തല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ പുറകിൽ ഗൂഢാലോചനയുണ്ട്, പണത്തിൻ്റെ ഏർപ്പാടുണ്ട്, ശക്തമായ ക്രിമിനൽ മുന്നൊരുക്കവും ക്രിമിനൽ ഗൂഢാലോചനയും നടന്നിട്ടുണ്ട്. പക്ഷേ അതൊന്നും തെളിയിക്കാൻ പോലീസിന് സാധിച്ചില്ല, അല്ലെങ്കിൽ പ്രോസിക്യൂഷന് സാധിച്ചില്ല. അത് അവരുടെ പരാജയമായിട്ട് കണക്കാക്കണ്ടേ. ഇങ്ങനെയുള്ള കേസുകളിലേക്ക് ഇത്രയും വിജയിക്കാൻ പറ്റുള്ളൂ. നമ്മൾ ഏത് കേസ് വേണമെങ്കിൽ എടുത്ത് നോക്കും. ടി.പി. ചന്ദ്രശേഖരനെ 51 വെട്ടുപൊട്ടിക്കുന്ന കേസിൽ ആരെയൊക്കെ ശിക്ഷിച്ച് കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തവരെയാണ്. ഗൂഢാലോചനയുടെ ചെറിയൊരു ഭാഗം മാത്രം തെളിഞ്ഞു. കണ്ണൂർ ജില്ലയിൽ നിന്ന് വാടക കൊലയാളികളെ കൊണ്ടുവന്ന് കോഴിക്കോട് ജില്ലയിൽ കൊലപാതകം നടത്തണമെങ്കിൽ വെറും ഒരു കുന്നുമ്പക്കര രാമേന്ദ്രനോ അല്ലെങ്കിൽ CH അശോകനോ വിചാരിച്ചാൽ പറ്റില്ല നമുക്ക് അറിഞ്ഞൂടെ. അപ്പോൾ വലിയ ഗൂഢാലോചനയുണ്ട്, വലിയ ആസൂത്രണമുണ്ട്, മുന്നൊരുക്കമുണ്ട്. പക്ഷേ അതൊക്കെ അന്വേഷിച്ച് കണ്ടെത്താനും തെളിവുകൾ കോടതി മുമ്പിൽ നിരത്തി ഈ പ്രതികളെല്ലാവരും ശിക്ഷിക്കാനും സാധ്യമല്ല. അത് നമ്മുടെ ക്രിമിനൽ നീതിന്യായ വ്യവസ്ഥയുടെ ഒരു പരിമിതിയും പരാധീനതയുമാണ്. അതുകൊണ്ടാണ് ദിലീപ് രക്ഷപ്പെട്ടത്. അല്ലാണ്ട് ദിലീപ് പുണ്യവാനായതുകൊണ്ടൊന്നുമല്ല. അദ്ദേഹം പറഞ്ഞിട്ടു, സത്യം ജയിച്ചു, നീതി നടപ്പായി, ദൈവം സഹായിച്ചു. ദൈവത്തിന് യാതൊരു ജോലിയിലായിരിക്കരുത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇത്ര ക്രൂരനാണോ ദൈവം? ഇത്ര ദുഷ്ടനായ ഒരു ദൈവത്തെ ഞാൻ ഇതുവരെ കേട്ടില്ല. അങ്ങനെ ദൈവം ഉണ്ടെങ്കിൽ തന്നെ ആ ദൈവം നമ്മുടെ ദൈവമല്ല എന്ന് നമുക്ക് പറയേണ്ടതായിട്ട്. അത് ദിലീപിനെ പോലുള്ള ആളുകൾക്ക് മാത്രമുള്ളൊരു ദൈവമാണ്.